വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ്. അപ്പം ഞാൻ എപ്പോഴും ഇടിയപ്പത്തിന് മാവെടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് കൂടുതൽ വരും. അപ്പോൾ ഈ 2 തട്ട്, അതായത് 8 എണ്ണം മതി ഞങ്ങൾക്ക്. കാരണം ആരും 2 എണ്ണത്തിൽ കൂടുതൽ കഴിക്കത്തേ ഇല്ല. അപ്പം ഞാൻ എപ്പോഴും ഇതിന് എടുക്കുമ്പോഴത്തേക്കിനും കുറച്ച് മാവ് എന്താണെങ്കിലും മിച്ചം വരും. അപ്പം ഞാൻ എടുക്കും വലിയ 2 കൊഴുക്കട്ടയും കൂടെ ഉണ്ടാക്കും വൈകുന്നേരത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പടി തീരുമല്ലോ, വൈകുന്നേരത്തെ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കൊഴുക്കട്ടയും കൂടെ പഞ്ചസാര മാത്രം വെച്ചാൽ ആരൻ പുറത്തുനിന്ന് കൊഴുക്കട്ട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുറത്തുനിന്ന് കൊഴുക്കട്ട മേടിച്ചാൽ കഴിക്കത്തില്ല, ഞാൻ ഉണ്ടാക്കിയാലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതിന്നിപ്പോൾ ഞാൻ കുറേ കപ്പ വേവിക്കുവാണ്. 3 കിലോ കപ്പയോളം ഞാൻ മേടിച്ചു. അപ്പോൾ അത് രാവിലെ കപ്പ കറി വയ്ക്കാനായിട്ടാണ് വരുന്നതല്ല. ആരൻ്റെ ഫ്രണ്ട് എഡ്വിൻ യുഎസ്എയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടെ. അപ്പോൾ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ ദുബൈയിലായിരുന്നപ്പോഴും ഇപ്പോൾ അന്നൊക്കെ വീക്കെൻഡ് എന്ന് പറയുന്നത് തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരുന്നു. ഇപ്പം സാറ്റർഡേ സൺഡേ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഒത്തിരി പേര് വരും. അപ്പം അവന് കപ്പയും മീൻ കറിയും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കപ്പയും മീൻ കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പം 3-4 വരാൻ പറ്റുന്ന ഫ്രണ്ട്സിനെ കൂടെ അവൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉച്ചയാകുമ്പോഴത്തേക്ക് വരും. അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സും കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഉച്ചയാകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ മീൻ കറിയും വെക്കുവാണ്, കപ്പയും വേവിക്കുവാണ്. ഞാൻ ആർക്കെങ്കിലും ഇതുപോലെ ട്രീറ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചോദിക്കും അവർക്ക് എന്ത് ഫുഡാണ് ഇഷ്ടം എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം ഇതുപോലെ മോന് പിന്നെ കപ്പയും മീനും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കപ്പയും മീനും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കപ്പയും മീനും ഇഷ്ടമല്ല. കപ്പയും മീനും കഴിക്കാത്തവരുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ആരൻ തന്നെ കപ്പ വേവിച്ചതും ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതെടുത്ത് കുറച്ച് ചിക്കൻ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊറോട്ടയും വാങ്ങുകയാണ്. കാരണം എല്ലാം കൂടെ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ചൂടായതും കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബൈയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ആൾക്കാർ, എനിക്കറിയത്തില്ല, ഈ വീക്കെൻഡിലൊക്കെ ഒത്തിരിയും നമ്മുടെ കസിൻസും എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഒത്തിരിയും പേര് വീട്ടിൽ വരുമായിരുന്നു. ഫുഡ് എനിക്കിഷ്ടമാണ് ആ ഒരു കാര്യം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴാണെങ്കിലും അതെ. ഇപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഒരു പ്രായം ചെല്ലുന്നതിൻ്റെതായ ഒരു ആരോഗ്യ ഒത്തിരി നേരം നിൽക്കാനും കാലിൻ്റെ മുട്ടിനൊരു വേദന അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരുന്നവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ എന്നാണേലും ഓർത്തി മോന് എന്താണേലും കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഇനി എന്നാ കാണാൻ പറ്റുക എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കപ്പയെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുള്ള അരപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് അത് ഒന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയിട്ട് പിന്നെ അതിൻ്റെ അരപ്പും കൂടെ ഒക്കെ ചേർത്ത് അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ തന്നെ മീൻകറി എല്ലാം തിളയ്ക്കുന്നുണ്ട്. കപ്പയുടെ അരപ്പെല്ലാം ചേർത്ത് ഞാൻ, അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് വേണമല്ലോ കൊടുക്കാനായിട്ട്. അപ്പോൾ അവർക്കതാ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മോനതാ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കപ്പ വേവിച്ചതും മീൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനിത് പണ്ടേ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ കപ്പയ്ക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് ഉള്ളിയും കൂടെ, കുറച്ച് നല്ലപോലെ കൂടുതൽ ഉള്ളി ഞാൻ ഇടാറുള്ളതാണ്. ഇന്നിപ്പോൾ ഇത്ര ഇട്ടുള്ള ചൂട് കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല കിച്ചണിൽ, അതാണ് മെയിൻ കാര്യം. അപ്പം കപ്പയ്ക്കകത്ത് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളക് അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കപ്പയെല്ലാം റെഡിയായി. അപ്പോൾ ഇനിയും പിള്ളേരൊക്കെ വന്നാൽ മതി. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ആരൻ നേരെ സ്കൂളിൽ നിന്ന് പോരും. അത് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ വീട്ടിൽ പോയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാൽ ചിലർക്കൊക്കെ വരാനും പറ്റത്തില്ല. കാരണം പിന്നെ വീട് ദൂരെയുള്ളവരാണ്. അപ്പോൾ പിന്നെ അവർ പോയിട്ടൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനും കറി വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പയും മീനും ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ചിക്കൻ കറി, പിന്നെ പൊറോട്ട, കപ്പ വേവിച്ചത്, മീൻ കറി, അതാണ് ഇന്നത്തെ മെനു. അതേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അതാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ദാണ്ട പൊറോട്ട, നമ്മുടെ ടൗണിൽ നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്തായിട്ട് ജോൺസ് ബേക്കറി ഉണ്ട്. അവിടെ നല്ല പൊറോട്ടയാണ് അവിടുത്തേത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചതാണ് പൊറോട്ട. പിന്നെ നമുക്കെല്ലാം കൂടെ, ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാം കൂടെ തന്നെ ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യം ഞാൻ ചപ്പാത്തിയോ വല്ലതും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാം കൂടെ നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ പിള്ളേർക്കൊക്കെ എന്താണേലും പൊറോട്ടയാണല്ലോ ഇഷ്ടം, അങ്ങനെ ചെയ്തത്. അപ്പം പിന്നെ പിള്ളേരെല്ലാവരും കൂടെ കൂടുകയാണ്. ആരൻ്റെ അടുത്തിരിക്കുന്ന മോനാണ് USA പോകുന്നത്. ഞാനെന്തിനാ ഉണ്ടാക്കുന്നത്? അതെ,
അയ്യോ ഈ പറയുന്ന ആള് ഞാൻ വീട്ടിൽ കപ്പ വെച്ചാൽ കഴിക്കും. ഒരു പീസ് അതാ ഇന്ന് അമ്മ വിളിച്ച് പറഞ്ഞു. 2 പീസ് മീനും ഒരു തവി കപ്പോ. പിള്ളേരുടെ ഈ ഒരു സന്തോഷം തന്നെ വലിയൊരു കാര്യമാണ്. അല്ല അല്ലല്ല എഡ്വിൻ എൻ്റെ ഇത് മുഴുവൻ അമേരിക്കയിൽ കൊണ്ട് ഫുള്ള് കർമ്മന്മാർക്ക് ഏറ്റിരിക്കുക. അവർക്ക് ഭാഷ അറിയത്തില്ലേലും ഉണ്ടല്ലോ. അതെ. അപ്പോൾ ആസിം എന്ന് പറഞ്ഞ മോൻ്റെ അമ്മ പായസം ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ. ഇപ്പം ആ മോൻ കൊണ്ടുവന്നതാണ്. പിന്നെ ലഡു കൊണ്ടുവന്നതാണ്. അപ്പോൾ എഡ്വിൻ അവരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഓരോ ടീഷർട്ട് പോലത്തെ ഒരു സംഭവം കൂടെ കൊണ്ടുവന്നു. പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് എല്ലാവർക്കും കൊടുത്തേച്ച് പോയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷീമാട്ടിയിൽ പോയതാണ്. അപ്പം അവിടെ പിന്നെ ഷീമാട്ടിയിൽ താഴത്തെ അതിൻ്റെ ഫ്ലോർ എല്ലാം ഒന്ന് റിനോവേറ്റ് ചെയ്ത് നല്ല രസമാക്കിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെഡിങ് സെക്ഷനാണ്. ഇതുപോലെ ഗൗണുകളും എല്ലാമാണ് താഴത്തെ സെക്ഷനിൽ. നല്ല രസമുണ്ട് അവിടെ എല്ലാം കാണാനായിട്ട്. ഭയങ്കര സ്പേഷ്യസ് ആയി താഴെ ഭാഗം. അവിടെ അങ്ങനെ വേറെ ഡ്രസ്സിൻ്റെ ഇതൊന്നുമില്ല. പിന്നെ വെഡിങ്ങിൻ്റെ ആ ഒരു സെക്ഷനാക്കി മാറ്റിയിരിക്കുകയാണ്. പിന്നെ അങ്ങേ അറ്റത്തോട്ട് കുറച്ചിങ്ങനെ ഒരു കുർത്തി ടോപ്സോ അതും എല്ലാം വെച്ചിട്ടുണ്ട്, കലംകാരിയുടെയൊക്കെ. അപ്പം അത് ഭയങ്കര സ്പേസാണ് അവിടെ എല്ലാം. ഇങ്ങനെ ഒരു തട്ട് പോലത്തെ അവസ്ഥയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയെല്ലാം ഭയങ്കര സ്പേസ് ആയിട്ടുണ്ട്. അപ്പോൾ വലിയ വിലയും തോന്നിയില്ല. കലംകാരിയുടെയൊക്കെ എനിക്ക് തോന്നുന്ന ഇരിക്കുന്നതൊക്കെ 499 699 അങ്ങ് ആ വിലയേ ഉള്ളൂ. കുർത്തി ടോപ്പൊക്കെ നല്ല ലെങ്ത്തും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ചുമ്മാ അവിടെ കയറിയത് കൊണ്ട് ചുമ്മാ എല്ലാം നോക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.